പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 2 വ്യാഴം. പ്രധാന വാർത്തകൾ. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചു. നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് ജനറൽ കമാൻഡ് ഓഫ് പോലീസ് കമാൻഡിൽ യോഗം ചേർന്നു. നാഷണൽ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാനും പോലീസ് ആൻഡ് കസ്റ്റം ഇൻസ്പെക്ടർ ജനറലുമായ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ മുഹസിൻ അൽ ഷറൈക്കിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അടിയന്തരാവസ്ഥാ മാനേജ്മെന്റിനായുള്ള ദേശീയ സമിതിയുടെ ചുമതലകൾ, കമ്മിറ്റിയുടെ വികസന സംവിധാനങ്ങൾ, അസാധാരണമായ സാഹചര്യങ്ങൾ പ്രതികരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്നിവ യോഗം അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട അധികാരികൾ തമ്മിലുള്ള ഏകോപനത്തെയും ഉയർന്ന തലത്തിലുള്ള കമ്മ്യൂണിറ്റി അവബോധത്തെയും ലഫ്റ്റനന്റ് ജനറൽ അൽ ഷറൈക്കി പ്രശംസിച്ചു. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും കൗൺസിലും അതിന്റെ സമിതികളും വിവിധ സർക്കാർ യൂണിറ്റുകളും നൽകിയ സംഭാവനകളെ അഭിനന്ദിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ ബറക കൊട്ടാരത്തിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് സുൽത്താൻ അഭിനന്ദനം അറിയിച്ചത്. സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന പോസിറ്റീവ് ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരാനും തന്ത്രപരമായ സാമ്പത്തിക കൂടാതെ സർക്കാർ നടപ്പിലാക്കുന്ന പ്രോഗ്രാമുകൾക്കും പദ്ധതികൾക്കും ലഭ്യമായ പങ്കാളിത്ത അവസരങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിൽ സ്വകാര്യ മേഖലയുടെ പങ്കിനെ പിന്തുണയ്ക്കാനും മന്ത്രിസഭയോട് നിർദ്ദേശിച്ചു. നിലവിലെ പഞ്ചവത്സര വികസന പദ്ധതിയുടെ നടത്തിപ്പ് തുടരാനും അതിന്റെ ലക്ഷ്യങ്ങൾ എത്രത്തോളം കൈവരിച്ചിട്ടുണ്ടെന്നും അതിന്റെ പരിപാടികൾ നേരിടുന്ന വെല്ലുവിളികൾ വിലയിരുത്താനും ശേഷിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കാനും മന്ത്രിമാരുടെ കൗൺസിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഒമാൻ വിഷൻ 2040 മുൻഗണനകളും സൂചകങ്ങളും ആസൂത്രണം ചെയ്തതുപോലെ നടപ്പാക്കുന്നതിനായി 11ാമത് പഞ്ചവത്സര വികസന പദ്ധതിയിൽ പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രധാന കാബിനറ്റ് ഊന്നിപ്പറഞ്ഞു. ഒമാൻ വിഷൻ 2040 മുൻഗണനകളും സൂചകങ്ങളും ആസൂത്രണം ചെയ്തത് പോലെ നടപ്പാക്കുന്നതിനായി 11ാമത് പഞ്ചവത്സര വികസന പദ്ധതിയിൽ പരിപാടികളും പദ്ധതികളും ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ക്യാബിനറ്റ് ഊന്നിപ്പറഞ്ഞു. സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എല്ലാ മേഖലകളിലും സുൽത്താനേറ്റിന്റെ സൂചകങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന തരത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സുൽത്താൻ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നല്ല ഫലങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ പങ്കിനെയും ഈ രംഗത്തെ നേട്ടങ്ങളെയും സുൽത്താൻ പ്രശംസിക്കുകയും ചെയ്തു. ഒമാനി സമൂഹത്തിനായി ഒരു ജനിതക ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനും പ്രസക്തമായ ഗവേഷണ മേഖലകളിൽ വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ട് ആരോഗ്യ മന്ത്രാലയത്തിൽ നാഷണൽ ഹ്യൂമൻ ജിനോം ആൻഡ് ഡാറ്റ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ ക്യാബിനറ്റ് അംഗീകാരം നൽകി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഇൻകാസ് തോഫാർ ദുഃഖം രേഖപ്പെടുത്തി. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, ധനകാര്യ വിദഗ്ധൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തുടങ്ങിയ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മൻമോഹൻ സിംഗിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്കും രാജ്യത്തിനും തീരാനഷ്ടമാണെന്ന് അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പബ്ലിക് പ്രോസിക്യൂഷൻ. വിവിധ സർക്കാർ വെബ്സൈറ്റുകളുടെ രൂപത്തിലുള്ള വ്യാജ പോർട്ടലുകൾ നിർമ്മിച്ച് ആളുകളെ ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കുകയും അതുവഴി പണം അപഹരിക്കുകയും ചെയ്യുന്നതായി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പിൽ പറയുന്നു. ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള പേരിൽ വെബ്സൈറ്റ് നിർമ്മിക്കുകയും പേയ്മെന്റുകളും ഫീസ് അടവുകളും നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് സംഘത്തിന്റെ പുതിയ രീതി. വെബ്സൈറ്റുകൾ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ ബാങ്ക് വിവരങ്ങളോ മറ്റോ കൈമാറരുതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. സെൻസിറ്റീവ് ഡാറ്റയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന് ഇക്കാര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഡിജിറ്റൽ മേഖലയിൽ ഉപയോക്താക്കളെ കബളിപ്പിച്ച് അവരുടെ വ്യക്തിഗത വിവരങ്ങളും മറ്റും നേടി ഇലക്ട്രോണിക് തട്ടിപ്പ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നതിന്റെ പ്രാധാന്യം അധികൃതർ ഊന്നിപ്പറഞ്ഞത്.
അതേസമയം ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങളുടെ പാസ്വേഡ്, ATMകളുടെ വ്യക്തിഗത തിരിച്ചറിയൽ നമ്പറുകൾ, സെക്യൂരിറ്റി നമ്പർ, OTP എന്നിങ്ങനെയുള്ള രഹസ്യ വിവരങ്ങൾ അപരിചിതരുമായി പങ്കിടരുതെന്ന് ബന്ധപ്പെട്ടവർ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഗവർണറായി അഹമ്മദ് അൽ മുസൽമിയെ നിയമിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ബാങ്കിംഗ് വ്യവസായത്തിൽ 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പരിചയവുമായാണ് മുസൽമി CBOയുടെ തലപ്പത്തിലേക്ക് വരുന്നത്. 2018 മെയ് മുതൽ സുഹാർ ഇന്റർനാഷണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ബിസിനസ് വീക്ഷണവും ആളുകളുടെ കഴിവുകളും സമന്വയിപ്പിച്ച് ബാങ്കിന്റെ പരിപ്രവർത്തിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. മൊത്തവ്യാപാര ബാങ്കിംഗ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ്, റീട്ടെയിൽ ബാങ്കിംഗ്, വെൽത്ത് മാനേജ്മെന്റ്, ട്രേഡ് ഫിനാൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സ് ഫൈനാൻസ് ആൻഡ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ആൻഡ് ബിസിനസ് പ്ലാനിംഗ് എന്നിവ ഉൾപ്പെടെ വിപുലമായ പ്രവർത്തന വൈദഗ്ധ്യവും ഇദ്ദേഹത്തിനുണ്ട്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ മുസൽമി UKയിലെ ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MBA നേടിയത്. അമേരിക്കൻ അക്കാദമി ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫെല്ലോ ആയ അദ്ദേഹം IMD സ്വിറ്റ്സർലൻഡ്, സ്റ്റാൻഫോർഡ് ഗ്രാജ്വേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് USA എന്നിവയുൾപ്പെടെ നിരവധി വിപുലമായ പ്രോഗ്രാമുകളിലും ഭാഗമായിട്ടുണ്ട്. സയ്യിദ് തൈമൂർ ബിൻ അസാദ് ബിൻ താരിഖ് അൽ സായിദിനെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഡയറക്ടർ ബോർഡ് ചെയർമാനായി നിയമിച്ചു. കൊല്ലം സ്വദേശി ഒമാനിൽ നിര്യാതനായി. വള്ളിക്കാവ് ക്ലാപ്പന വട്ടശ്ശേരിക്കളം വീട്ടിൽ ബേബി എന്ന് വിളിക്കുന്ന സ്റ്റാൻലിൻ തോമസ് 55 ആണ് സലാലയിൽ മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും വീഴുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തതായാണ് വിവരം. റോയൽ ഒമാൻ പോലീസ് സംഭവസ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. 35 വർഷത്തിലധികമായി സലാലയിൽ നിർമ്മാണ സ്ഥാപനം നടത്തി വരികയായിരുന്നു സ്റ്റാൻലി തോമസ്. ഭാര്യ ബീന, മക്കൾ സിബി, സ്നേഹ. രണ്ടുപേരും ഇന്ത്യയിൽ ഉപരിപഠനം നടത്തുന്നു. കത്തോലിക്ക സഭാംഗമാണ്. ദാരീസിലെ ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. സുൽത്താൻ കാബൂസ് സർവകലാശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.